മൂന്നാമതും ബി.ജെ.പിയുടെ നേതൃത്വത്തിലുള്ള എൻ.ഡി.എ അധികാരത്തിൽ വരുമെന്ന് പ്രവചിക്കുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്ന ഈ രാത്രിയിൽ ആ ഫലങ്ങൾ പുറത്തുവിട്ട ചാനലുകളെയും അവർ അതിന് ആശ്രയിച്ച എക്സിറ്റ് പോൾ ഏജൻസികളെയും കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. മോദി വീണ്ടും അധികാരത്തിൽ വരില്ല എന്ന് പ്രവചിച്ചിട്ട് എങ്ങാനും അധികാരത്തിൽ മൂന്നാമതും വന്നാൽ വരില്ല എന്ന് പ്രവചിച്ചവരുടെ ഗതി എന്താകും? അവരുടെ ഓഫീസുകളിലേക്ക് വരാൻ സാധ്യതയുള്ള ഇ.ഡിയുടെയും CBIയുടെയും വണ്ടികളെക്കുറിച്ച് ഈ ചാനലുകളും എക്സിറ്റ് പോൾ ഏജൻസികളും ദുസ്വപ്നം കണ്ടിട്ടുണ്ടാകുമോ? എൻ.ഡി.എ മൂന്നാമതും അധികാരത്തിൽ വരില്ല എന്ന് പ്രവചിച്ചിട്ട് മൂന്നാമതും അധികാരത്തിൽ വന്നാൽ പ്രവചിച്ചവർക്ക് നേരെ ഉണ്ടാവാൻ സാധ്യതയുള്ള നടപടികളോളം തീക്ഷ്ണമാവില്ല മോദി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് പ്രവചിച്ചിട്ട് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നാൽ. ഇത് ഫലം പ്രവചിച്ചവർക്ക് നന്നായി അറിയാം. അതാണോ ഇന്നത്തെ രാത്രിയുടെ ഫലശ്രുതി? അതല്ല. ഒന്നാംഘട്ട വോട്ടെടുപ്പിന് ശേഷം ഇതര സംസ്ഥാനങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൻ്റെ കുറഞ്ഞ ശതമാന കണക്കുകൾ മുൻനിർത്തിയും മോദി വിരുദ്ധരുടെയും BJP വിരുദ്ധരുടെയും സ്വപ്നങ്ങൾ വിശ്വസിച്ചും എൻ.ഡി.എക്ക് സീറ്റുകൾ കുറയുമെന്ന് പറഞ്ഞു നടന്നവരുടെ മനസ്സിലിരിപ്പല്ല വോട്ട് ചെയ്തവരുടെ മനസ്സിലിരിപ്പെന്ന് എക്സിറ്റ് പോൾ ഏജൻസികൾ മനസ്സിലാക്കിയതാണോ മോദി വീണ്ടും വരുമെന്ന ഈ രാത്രിയിലെ പ്രവചനത്തിൻ്റെ പ്രത്യേകത? എന്തായാലും കേരളത്തിൽ താമര വിരിയും, LDF തകർന്ന് തരിപ്പണമാകും എന്നൊക്കെ ഇന്ന് പ്രവചിക്കപ്പെട്ടതോടെ ജൂൺ 4 അവധിയെടുത്ത് TV-ക്ക് മുന്നിൽ ചടഞ്ഞുകൂടി ഒരു 2020 മാച്ച് കാണുന്നതിൻ്റെ ഹരം പ്രേക്ഷകർ നഷ്ടപ്പെടുത്താൻ സാധ്യതയില്ല. തെരഞ്ഞെടുപ്പ് പ്രവാചകരുടെ പ്രവചനങ്ങളിലേക്ക് വിശദമായി പോവുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. കേരളം UDFനൊപ്പമാണെന്ന് ഭൂരിപക്ഷ സർവേയും വ്യക്തമാക്കുന്നു. കേന്ദ്രത്തിൽ NDAക്ക് ഭൂരിപക്ഷം ലഭിക്കുമെന്നും ഫലങ്ങൾ സൂചിപ്പിക്കുന്നു. ഈ ഫലങ്ങൾ കൃത്യമായി പരിശോധിച്ച ആന്റണി ജിസ് ജോർജ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നു. എന്തൊക്കെയാണ് ഇന്ന് ഈ രാത്രിയിൽ NDAയെ സംബന്ധിച്ച്, BJPയെ സംബന്ധിച്ച് ആഹ്ലാദകരമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ സഖ്യത്തെ വിശ്വസിച്ച രാഹുൽ ഗാന്ധിയെ ആരാധിച്ചവരെ സംബന്ധിച്ചുള്ള നിരാശാകരമായ കാര്യങ്ങൾ, കേരളത്തിൽ UDFനെ സംബന്ധിച്ച് ആഹ്ലാദിക്കാവുന്ന ഒരു രാത്രിയാണോ ഇന്നത്തെ രാത്രി? എന്താണ് താമര വിരിയും എന്ന് കേൾക്കുമ്പോൾ അതിനകത്തു നിന്ന് ഉണ്ടാവുന്ന പ്രതികരണങ്ങൾ? മൂന്നാം തവണയും മോദി അധികാരത്തിലേക്ക് എത്തുമെന്നുള്ളതാണ് ഭൂരിഭാഗം സർവേകളും പ്രവചിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. എല്ലാ സർവേകളും 300 സീറ്റിന് മുകളിൽ NDA ഇത്തവണ നേടും എന്നുള്ളതാണ് പ്രവചനം. ഏതായാലും BJP മോദിയും ഒക്കെ പറഞ്ഞ 400 സീറ്റ് എന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് സർവേകളുടെ ഒരു പൊതുചിത്രമെങ്കിലും 350-360 സീറ്റുകൾ വരെയൊക്കെ NDAക്ക് പ്രവചിക്കുന്നുണ്ട്. എന്നാലും ഇന്ത്യ സഖ്യത്തിനും വലിയ ഇടർച്ചയില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ചില സർവേകൾ പറയുന്നത്. ഏതായാലും ചില റിപ്പബ്ലിക് TV പറയുന്നത് NDAക്ക് 359 സീറ്റ് കിട്ടും, ഇന്ത്യ മുന്നണിക്ക് 154 സീറ്റ്, മറ്റുള്ളവർ 30 സീറ്റ് നേടുമെന്ന് പറയുന്നു. ന്യൂസ് എക്സ് NDAക്ക് 371 സീറ്റുകൾ, ഇന്ത്യ മുന്നണിക്ക് 125 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 47 സീറ്റുകൾ. ജൻ കി ബാത്ത് NDA 377, ഇന്ത്യ 151, മറ്റുള്ളവർ 15 എന്നുള്ളതാണ്. ഇന്ത്യ ടുഡേയും അവരുടെ സർവേ പ്രകാരം NDAക്ക് തന്നെയാണ് മുൻതൂക്കം കൽപ്പിക്കുന്നത്. ഏതായാലും കേരളത്തിലേക്ക് വരുമ്പോൾ ഇവിടെ കഴിഞ്ഞ 2019-ലുണ്ടായ അതേ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നു. ഇത്തവണയും UDFനൊപ്പം തന്നെ പോകുന്നു എന്നുള്ളതാണ്. UDFനാണ് ഏറ്റവും വലിയ മേൽക്കൈ. UDFന്റെ ഒരു തരംഗം കേരളത്തിൽ ഇത്തവണ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും പ്രവചിക്കുന്നത്. അതിൽ ടൈംസ് ETG സർവേയിൽ 14 മുതൽ 15 സീറ്റുകൾ വരെയാണ് UDFന് പ്രവചിക്കുന്നത്. 4 സീറ്റുകൾ LDF നേടും. NDA അതിൽ ഈ ഭൂരിഭാഗം സർവേകളും പ്രധാനമായും പറയുന്നത് ഇത്തവണ കേരളത്തിൽ താമര വിരിയും എന്നുള്ളൊരു കാര്യമാണ്. അതിൽ ടൈംസ് നൗ എടുത്തു പറയുന്നത് തൃശ്ശൂർ BJP വളരെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു മണ്ഡലമാണ്. സുരേഷ് ഗോപി ഇറക്കി ഇത്തവണ മണ്ഡലം പിടിക്കുമെന്നുള്ള വാശിയോടെയാണ് BJP ഇറങ്ങിയത്. ഈ ടൈംസ് നൗവിന്റെ പ്രവചന പ്രകാരം ഇത്തവണ തൃശ്ശൂർ BJPക്കൊപ്പം നിൽക്കും, സുരേഷ് ഗോപി അവിടെ വിജയിക്കുമെന്നുള്ളതാണ് ടൈംസ് നൗ പറയുന്നത്. ഇന്ത്യ ടുഡേയിലേക്ക് വരുമ്പോൾ കേരളത്തിൽ UDFന് 17 മുതൽ 18 സീറ്റുകൾ വരെയാണ് പ്രവചിക്കുന്നത്. NDA 2 മുതൽ 3 സീറ്റുകൾ വരെ, LDF 1 സീറ്റിൽ ഒതുങ്ങുമെന്ന്
ഇന്ത്യ ടുഡേ, ആക്സിസ് മൈ ഇന്ത്യ സർവേ പറയുന്നു. ABP സി വോട്ടർ സർവേ 17 മുതൽ 19 സീറ്റുകൾ വരെയാണ് UDF-ന് പ്രവചിക്കുന്നത്. LDF-ന് ഇത്തവണ ഒറ്റ സീറ്റും ഉണ്ടാകില്ല. ഒറ്റ സീറ്റ് കഴിഞ്ഞ തവണ ഒരു സീറ്റ് നേടിയെങ്കിൽ ഇത്തവണ ഒരു സീറ്റ് പോലും ഉണ്ടാകില്ല എന്നാണ് ABP സി വോട്ടർ സർവേ പ്രവചിക്കുന്നത്. NDA 1 മുതൽ 3 സീറ്റുകൾ വരെ ABP സി വോട്ടറും പ്രവചിക്കുന്നുണ്ട്. ഏതായാലും UDF-ന് മേൽക്കൈ പ്രവചിക്കുമ്പോഴും NDA-ക്ക് വലിയ മുന്നേറ്റം ഇത്തവണ ഉണ്ടാകും എന്നുള്ളൊരു പ്രവചനമാണ് ഭൂരിഭാഗം സർവേകളും പറയുന്നതിൽ. തിരുവനന്തപുരം, തൃശ്ശൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങൾ ഒരുപക്ഷെ NDA-ക്കൊപ്പം നിന്നേക്കുമെന്നുള്ള സൂചനകളാണ് പുറത്തേക്ക് വരുന്നത്. ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നതിന്റെ തൊട്ട് പിറകെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ എടുത്ത നിലപാട് എന്താണ്? പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ CPM നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളോട് പ്രതികരിക്കേണ്ടതില്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ചർച്ചകളിലൂടെ അടക്കം ആരും പങ്കെടുക്കുന്നില്ല. കാരണം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളല്ല യഥാർത്ഥ ജനവിധി എന്നുള്ളതാണ്. അത് ജൂൺ 4-നാണ് കൃത്യമായി അറിയുക. അതുകൊണ്ട് തന്നെ CPM ഇക്കാര്യത്തോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അവർ ഈ ചർച്ചകളിലേക്ക് പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് നേരത്തെ തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. കോൺഗ്രസ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായി നേതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രതികരണം ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും വലിയ ഒരു ആത്മവിശ്വാസം ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ UDF-ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും വരും മണിക്കൂറുകളിലോ ഉടൻ തന്നെ ഇത്തരമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകും. പക്ഷേ ഈ സർവേ അത് യഥാർത്ഥമാണ് എന്നുള്ളൊരു കാര്യം, അതല്ലെങ്കിൽ ഈ സർവേയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിക്കാൻ നേതാക്കൾ തയ്യാറാകുന്നില്ല. കാരണം ഈ NDA-ക്കും BJP-ക്കും ഇവിടെ അക്കൗണ്ട് തുറക്കുമെന്നുള്ള ഈ സർവേ ഫലം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇവിടെ മത്സരം നടന്നത് UDF-ഉം LDF-ഉം തമ്മിൽ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ NDA-ക്ക് ഒരു സാധ്യതയും ഇല്ല എന്നുള്ള ആ നിലപാടിലാണ് കോൺഗ്രസ് നേതാക്കൾ. നമ്മളോടൊപ്പം നേരത്തെ കഴിഞ്ഞ ബുള്ളറ്റിൽ സംസാരിച്ച ശുക്കൂർ അടക്കം ഇത് തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും BJP ക്യാമ്പിലും വലിയ പ്രതീക്ഷയുണ്ട്. കാരണം അവർ വലിയ പ്രതീക്ഷ ഇത്തവണ വെച്ചു പുലർത്തിയിരുന്നു, 2 സീറ്റിലധികം നേടുമെന്നുള്ളത്. ഏതായാലും ഭൂരിഭാഗം സർവേകളിലും ഈ 1 മുതൽ 3 സീറ്റുകൾ വരെ പ്രവചിക്കുന്നു. അതവർ വലിയ പ്രതീക്ഷ വെക്കുന്ന തിരുവനന്തപുരം, അതുപോലെ തന്നെ തൃശ്ശൂർ, അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിൽ ഒരു പക്ഷേ വിജയിക്കാനുള്ള ഒരു സാധ്യത ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലൂടെ പ്രവചിക്കപ്പെടുമ്പോൾ BJP ക്യാമ്പും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നും ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നതിന് തൊട്ട് മുൻപ് ഇന്ത്യ സഖ്യം നിർണായകമായൊരു യോഗം ചേരുകയുണ്ടായി. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ സൂചിപ്പിച്ചത് അവരുടെ ഒരു എക്സിറ്റ് പോൾ എന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എങ്കിൽ തന്നെയും അവരുടെ വിലയിരുത്തൽ പ്രകാരം 295-ലധികം സീറ്റുകൾ ഇന്ത്യ സഖ്യം നേടും എന്നുള്ളതായിരുന്നു. ഒപ്പം തന്നെ ഈ വരാൻ പോകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെ തങ്ങൾ അതിനെ അവഗണിക്കുന്നില്ല, ആ ഫലങ്ങളുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ പങ്കെടുക്കാനൊക്കെ തയ്യാറാണ് എന്നുള്ള നിലയിൽ ഖാർഗെ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ UDF-നെ സംബന്ധിച്ചിട്ട് അവർക്ക് ലഭിക്കുമെന്ന് പ്രവചിക്കപ്പെട്ടിരിക്കുന്ന വലിയ സീറ്റുകളുടെ എണ്ണം അത് കേട്ടിട്ട് മധുരിക്കുകയും അതേ സമയത്ത് NDA ഇവിടെ താമര വിജയിക്കുമെന്ന് പറയുമ്പോൾ അതിനെ അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എന്ന് പറയുന്നത് അതല്ല, LDF UDF എന്നത് തന്നെയാണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വരികയുണ്ടായി. അത്തരം ലഭ്യമായ പ്രതികരണങ്ങളിൽ നിന്ന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഇവരെല്ലാവരും ഏത് രീതിയിലാണ് താരതമ്യം ചെയ്യുന്നത്? ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നതിന് തൊട്ട് മുൻപാണ് ഇന്ത്യ മുന്നണിയുടെ യോഗം ഡൽഹിയിൽ ചേർന്നത്. അതിനുശേഷം കോൺഗ്രസിന്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞത് 295 സീറ്റുകൾ നേടി ഇത്തവണ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്നുള്ള ഒരു കാര്യമാണ്. ഈ നേരത്തെ എക്സിറ്റ് പോൾ ചർച്ചകളിൽ കോൺഗ്രസ് പ്രതിനിധികൾ ആരും പങ്കെടുക്കേണ്ടതില്ല എന്ന നിർദ്ദേശം ആദ്യം നൽകിയിരുന്നു. പക്ഷേ പിന്നീട് അത് പിൻവലിക്കുകയും കോൺഗ്രസ് ചെയ്തിരുന്നു. ഏതായാലും എക്സിറ്റ് പോളിൽ പൂർണ്ണമായും കോൺഗ്രസ് ക്യാമ്പോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയോ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് ഈ 7 ഘട്ടങ്ങളെല്ലാം പിന്നിട്ട് വരുമ്പോൾ വലിയ ആത്മവിശ്വാസം അവർക്ക് ഫീൽഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി അടക്കം ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞതടക്കം ഗുണം ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷ ഇന്ത്യ മുന്നണിക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർ ഈ തെരഞ്ഞെടുപ്പ് എക്സിറ്റ് പോൾ ഫലത്തെ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ഈ വരുന്ന പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇക്കാര്യത്തിൽ BJP വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ തുടരുന്നു. അവർ പ്രതീക്ഷിച്ച ആ വിജയം ഈ അവസാന ഘട്ടത്തിലൊക്കെ വലിയ രീതിയിലുള്ള വിവാദങ്ങളിലേക്കൊക്കെ BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒക്കെ പോയെങ്കിലും ഈ എക്സിറ്റ് പോളുകൾ പ്രവചിക്കുന്ന വൻ വിജയം വലിയ ആത്മവിശ്വാസമാണ് അവർക്ക് നൽകുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് UDF-ന്
നേരത്തെ അവർ പ്രതീക്ഷിച്ചിരുന്ന ഒരു വിജയം തന്നെയാണ് എന്നുള്ളതാണ്. ഏതായാലും അവർ 15 ഈ കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കും, ഇത്തവണ 2020 അടിക്കും എന്നുള്ളൊരു കാര്യമാണ് കോൺഗ്രസ് UDF ഒക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ വിജയത്തിലേക്ക് എത്താൻ UDFന് സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. കഴിഞ്ഞ തവണ കൈവിട്ടുപോയ ആ ഒരു സീറ്റും കൂടി തിരിച്ചു പിടിച്ച് 2020 ആണ് UDF ഇത്തവണ ലക്ഷ്യം വെച്ചത്. പക്ഷേ അവിടേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഭൂരിഭാഗം സർവേകളും 18 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്.